ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫേസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതേപോലെ കുറച്ച് നെർവസുമാണ്. ഇന്നത്തെ വീഡിയോ പറയുന്നത് എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക, അതേപോലെ എന്താണ് ഒരു വിഷൻ ബോർഡ് എന്ന് എൻ്റെ ഐഡിയയിൽ ഞാൻ പറഞ്ഞുതരാണ്. ഞാൻ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തതാണ്, കളർ പ്രിൻറ്റ് ചെയ്തതാണ്. അത് A4 ഷീറ്റിലും എടുത്തിട്ടുണ്ട്, A3യിലും എടുത്തിട്ടുണ്ട്. A4ൽ ഒരു ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 10 രൂപയും അതേപോലെ A3യിൽ എടുക്കാൻ 30 രൂപയാണ് ആവുക. പക്ഷേ A3യിൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് എടുക്കാം. വേണമെങ്കിൽ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമുക്ക് ചുമരിലോ ഇല്ലെങ്കിൽ ക്യാൻവാസിലോ ഒട്ടിച്ച് വെക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. മനുഷ്യരെല്ലാവരും ഡ്രീംസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഡ്രീംസിനെ നമ്മൾ എങ്ങനെ നേടിയെടുക്കും എന്നുള്ളത് നമുക്കറിയണ്ടാവില്ല. ഈ വിഷൻ ബോർഡ് അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. ഞാൻ ഇതുവരെ വിഷൻ ബോർഡ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കാറാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ എഴുതി വെക്കുന്ന ആഗ്രഹങ്ങൾ വരെ നടക്കാറുണ്ടെന്നാണ്. അതിനെക്കൊണ്ട് ഞാൻ ഈ വർഷം, അതായത് 2026ലേക്ക് വേണ്ടിയിട്ട് ഒരു വിഷൻ ബോർഡ് എന്തായാലും ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഡ്രീംസ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല, എന്താണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന ഡ്രീംസ് മറന്നു പോവാതെ ഡെയിലി നമ്മൾ കാണുന്നൊരു സ്ഥലത്ത് അതുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. എല്ലാ ദിവസവും അത് ഡെയിലി രാവിലെ എണീറ്റിട്ട് അത് കാണുന്ന സമയത്ത് ഒരു സന്തോഷമായിരിക്കും. എങ്ങനെയെങ്കിലും നമ്മളത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ആഗ്രഹം നമുക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിഷൻ ബോർഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പിക്ചേഴ്സ് ഒട്ടിക്കുന്നത് ക്യാൻവാസിലൊന്നുമല്ല, ഇതൊരു കേക്ക് ബോർഡാണ്. പഴയൊരു കേക്ക് ബോർഡ് കണ്ടു, അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ഒട്ടിക്കാമെന്ന്. നിങ്ങൾക്ക് ക്യാൻവാസ് ഇല്ലെങ്കിൽ കാർഡ് ബോർഡ് എടുക്കാം, അല്ലെങ്കിൽ അതേപോലെ കേക്ക് ബോർഡ് എടുക്കാം. ഓർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിൽ A3 സൈസിലുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചുമരിൽ ഒട്ടിക്കുകയും ചെയ്യാം. ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പം ജസ്റ്റ് പിൻട്രസ്റ്റിൽ കുറേ ആൾക്കാർ ഉണ്ടാക്കി വെച്ച ഓൾറെഡി ഉള്ള പിക്ചേഴ്സ് എടുത്ത് പ്രിൻ്റ് ചെയ്യുന്നതിൽ നല്ലത് നമ്മളായിട്ട് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ക്യാൻവയിലെങ്ങും പോയിട്ട് അത് അറേഞ്ച് ചെയ്ത് അത് ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. ഞാനത് പ്രിൻ്റ് എടുക്കാൻ പോയപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോവാണ്, നെക്സ്റ്റ് ഇയർ ഇതൊക്കെ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്ങനെ നടന്നാൽ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എനിക്ക്. ഇതിൽ നമ്മൾ ഒട്ടിക്കുന്ന പിക്ചേഴ്സ് വെറും പിക്ചേഴ്സ് അല്ല, അത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഹാർഡ് വർക്ക് ചെയ്താലേ എന്ത് കാര്യവും നേടാൻ പറ്റുള്ളൂ എന്നാണല്ലോ. അപ്പോൾ നമുക്ക് വിഷൻ ബോർഡിൽ നിന്ന് തുടങ്ങാം. സോ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഞാൻ അടുത്ത ഇയർ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കുറേ ഉണ്ട്. അതേപോലെ ഞാൻ കുറേ കോഡ്സും ഇങ്ങനത്തെ വിഷൻ ബോർഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന കുറേ കോഡ്സും ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും A3 പ്രിൻ്റ് തന്നെയാണ് എടുത്തത്. A4 പ്രിൻ്റ് എടുക്കുന്നത് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഗ്ലേസിനെസ് ഉണ്ടാവില്ല. പക്ഷേ A3യിൽ എടുക്കുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. അത് ഞാൻ വിചാരിച്ചു A3യിലുള്ള പിക്ചേഴ്സ് തന്നെ ഞാൻ ഒട്ടിക്കുക. A4ൽ എടുത്തത് ഞാൻ എടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ ജേർണൽ ബുക്കിൽ ഒരു കുഞ്ഞു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വിഷൻ ബോർഡിലുള്ളതൊക്കെ കട്ട് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാട്ടോ. ഞാൻ വിചാരിച്ചത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, കഷ്ടപ്പാടായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ. പക്ഷെ നല്ല രസമാണ് കട്ട് ചെയ്യാൻ. ഞാൻ ഈ വിഷൻ ബോർഡ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, കാരണം അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിലുള്ള ഓരോ പിക്ചേഴ്സും എൻ്റെ ഡ്രീംസാണ്. കട്ട് ചെയ്ത ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ കളയാൻ വേണ്ടി ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കി. ഞാൻ കട്ട് ചെയ്തൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഇതിലെല്ലാം നടക്കും അറിയില്ല, പക്ഷെ നടന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഞാൻ. അങ്ങനെ കുറേ നല്ല കോഡ്സും പിന്നെ എൻ്റെ ഡ്രീംസും ഒക്കെ ഉണ്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് തന്നെ എൻ്റെ 2025ലേക്കുള്ള ഒരു വിഷയമായിരുന്നു. അത് ഞാൻ വിഷൻ ബോർഡൊന്നും ആക്കിയിട്ടില്ല, എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലത് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. ആൻഡ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒരു വിഷൻ ബോർഡ് തന്നെ ചെയ്യാൻ വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു സ്റ്റാർട്ടാണെന്ന്. അറിയില്ല എന്താവുമെന്ന്, പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഞാനിതിലേക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു. ഒട്ടിക്കുന്നതിന് മുന്നേ ഏതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ലാസ്റ്റ് ഒട്ടിച്ച് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ആയത്. ഏതൊക്കെയോ പിക്ചേഴ്സ് എവിടേക്കോ കൊള്ളിക്കാനൊന്നും പറ്റിയില്ല.
പക്ഷേ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ ജേണൽ ഒട്ടിക്കുക പറഞ്ഞില്ലേ, അതേപോലെ ജേണൽ ഒട്ടിക്കുക വിചാരിച്ചു. അങ്ങനെ ഞാൻ പിക്ചേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സെറ്റാക്കാം. 2026 എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഈ വർഷം 2025 ചെയ്യണം വിചാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത വർഷം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇടണം, അതേപോലെ എനിക്ക് ഡ്രൈവിങ് പഠിക്കണം. ഞാൻ ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്തു, പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ടില്ല വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചറിയാം, പക്ഷേ എന്നാലും കോൺഫിഡൻറ്റ് വന്നിട്ടില്ല. അപ്പം ഞാൻ അത് അടിപൊളിയായിട്ട് ചെയ്യണം. അതേപോലെ എനിക്ക് കുറേ ട്രിപ്പ് പോകണം, പഠിക്കണം, ജേർണൽ ചെയ്യണം. ആൻഡ് ഓൾസോ ഞാൻ ഫസ്റ്റ് ഇയർ BCA സ്റ്റുഡൻ്റാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഫസ്റ്റ് ഇയർ BCA സ്റ്റുഡൻ്റാണ്. സോ ഞാൻ പഠിക്കണം. ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് സെമ്മാണ്. സെക്കൻഡ് സെമ്മിൽ അടിപൊളിയായിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ കാണുന്ന സമയത്തെങ്കിലും നമുക്ക് പഠിക്കാൻ തോന്നും. ആ ഒരു പിക്ചേഴ്സൊക്കെ കാണുമ്പം ഇന്ന് പഠിക്കാം അങ്ങനെയൊക്കെ തോന്നും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്. പിന്നെ നേരത്തെ എണീക്കണം, വെള്ളം കുടിക്കണം, അതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും ഉള്ള ഡ്രീംസ് തന്നെയാണ്, മീൻസ് വിഷസ് തന്നെയാണ്. സോ അതൊക്കെ നമുക്കിതിൽ ഒട്ടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്തും ഒട്ടിക്കാം, കാരണം നമ്മുടെ വിഷൻ ബോർഡാണ്. ഇതാരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. അത് ജേർണൽ ആയാലും ശരി, വിഷൻ ബോർഡ് ആയാലും ശരി, അത് നമ്മുടെ ഡ്രീംസ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാണ്. നമ്മൾ മൈൻഡ് സ്റ്റോർ ചെയ്താൽ അധിക കാലം മൈൻഡിൽ നിൽക്കണമെന്നില്ല, നമുക്ക് മറന്നു പോവും. പിന്നെ അതെങ്ങനെ നടത്തണം എന്നറിയില്ല. പക്ഷേ ഈ ജേർണലിൽ എഴുതി വെക്കുക, അതുപോലെ വിഷൻ ബോർഡിൽ വെക്കുക, അത് ഡെയിലി കാണുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും പറയും ഇത് അച്ചീവ് ചെയ്യണം, ഇത് നീ അച്ചീവ് ചെയ്യണമെന്ന് നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറയും. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള ആഗ്രഹം വരും, നമ്മളത് ചെയ്യും. ഞാൻ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. ലാസ്റ്റ് ഇടയിൽ ഗ്യാപ്പ് വന്ന സ്ഥലത്തൊക്കെ ഞാൻ വാഷി ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അത് കുറച്ച് ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാഷി ടേപ്പ് ഞാൻ ജസ്റ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്യാപ്പുള്ള സ്ഥലമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അത്രയൊക്കെ ചെയ്യാനുള്ളൂ. ഇത് വലിയ ടഫായിട്ടുള്ള പരിപാടിയൊന്നുമില്ല വിഷൻ ബോർഡ് ഉണ്ടാക്കാറുണ്ട്. ഇതാണ് എൻ്റെ വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. ഇതിലുള്ള ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ കൂടെ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്